ഞങ്ങൾക്ക് രണ്ടാൾക്ക് മാത്രം പാക്ക് ചെയ്യണുള്ളൂ കേട്ടോ. എൻ്റെ കയ്യിൽ കുറച്ച് വയ്ക്കണുള്ളൂ. ലാവിഷായില്ലേ? ചോററി നമുക്ക് പാത്രത്തിലെടുക്കാം. സെറ്റ് ആവണുള്ളൂ. ഇനി വെള്ളം കൂടി എടുത്താൽ ഇറങ്ങുക. ഹായ് ഗൈസ്, നമ്മ അങ്ങനെ പടിയൂരെത്തിട്ടാ. ഇനി ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം നമുക്ക്. അപ്പം നമ്മൾ വീട്ടിൽ വന്നിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടാ ചോറ് പൊതിഞ്ഞ് കൊണ്ടുവന്നത്. കഴിക്കാം. അപ്പം നമുക്ക് ഹാപ്പി ആയിട്ട് കഴിക്കാം. അപ്പം ഞങ്ങൾ പാഴ്സല് തുറക്കട്ടെ കേട്ടാ. മീൻകറി എടുക്കട്ടെ. ഇതിലേതാണ് എൻ്റെ ചോറ്? ഇതാണ് എൻ്റെ വലുത്. ചെറുതെൻ്റെയും മീൻകറി ഇത് നോക്കിയല്ലേ. ഓക്കെ, വെള്ളം കുപ്പി വെള്ളം ഉണ്ട് കേട്ടോ. വെള്ളമൊക്കെ ഉണ്ട്, നോ പ്രോബ്ലം. ഓക്കെ, ഓക്കെ ഗൈസ്, ഞങ്ങൾ തുടങ്ങട്ടെ. ഇതന്നെ എൻ്റെ പുതിയ എനിക്ക് കിട്ടി. അപ്പോൾ ഞങ്ങൾ പതുക്കെ കഴിക്കട്ടെ. ആ, അവിടെ എന്താണ് ഓർഡർ ചെയ്യണ്? ടേസ്റ്റ് ചെയ്യണോ? വായോ, ഇതേ വെള്ളം എടുത്തോ, ഫ്രഷ്. അത് കുപ്പിയൊക്കെ കഴുകി വെള്ളമൊക്കെ നിറച്ചിട്ട് കൊണ്ടുവന്നതാ. ഹായ് ഗൈസ്, നമ്മുടെ കൂടെ അമ്മയുണ്ട് കേട്ടോ. അമ്മയ്ക്കൊരു പേരുവിളിയല്ല ഉണ്ടായത്, പേരുവിളി ഉണ്ടായി. അതാണ് അമ്മ കഴിച്ചിട്ടാണ് വന്നത്. അമ്മ പായസമൊക്കെ 2 പായസം കൂട്ടി ഊണ് വെച്ചിട്ടാണ് വന്നത്. സദ്യ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഉച്ചഭക്ഷണം പാഴ്സൽ കൊണ്ടുവന്നതൊക്കെ കഴിച്ച് സ്വസ്ഥായി. ഇനി നമ്മൾ ഈ പറമ്പിലും വീടും ഒക്കെ വൃത്തിയാക്കാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ 2-3 മണിക്കൂർ ഇനി ഫുൾ വർക്കാണ്. ഞായറാഴ്ചത്തെ ടാസ്ക് അതാണ്. ഈ ഞായറാഴ്ചത്തെ ടാസ്ക് അതാണെന്നാണ് ആൾ പറയുന്നത്. അപ്പോൾ ടാസ്ക് ഒന്ന് നോക്കാം നമുക്ക്. ഓക്കെ, ആർ യു റെഡി? യാ, കം ഓൺ ഗൈസ്. കണ്ടാ വെള്ളം ഉണ്ടാ കരിക്കല്? അടിപൊളി വെള്ളം. ഭയങ്കര പുകയായിരുന്നു. പുക പോണത് കാണില്ല. ഇപ്പൊ പോണില്ലല്ലോ. പച്ചനാളിയുടെ പൊതിക്കത്തു കേട്ടോ. ഓണത്തേമാണ് മരിക്കേണ്ടത്. സൂപ്പറായിരുന്നു, ഫ്രഷാണ്. നമസ്കാരം. ഒന്ന് വൃത്തിയാക്കാൻ വന്നാണ്.
ആ ഞാൻ പറഞ്ഞ അവിടെ വള്ളി ഉണ്ടെന്നിട്ടാ. ഉവാ ഇന്നത്തെ അവസാനിപ്പിക്കാം നമുക്ക്. ഇനി അടുത്ത ആഴ്ച വരാട്ടാ. വാ. ആദ്യമായിട്ട് വീഡിയോ ചെയ്തത് ഇവിടെ തന്നെയല്ലേ. അപ്പൊ ഇന്നത്തെ വർക്കുകളൊക്കെ നമ്മൾ അവസാനിപ്പിക്കണം. 6 മണിയാ പറയും. ഇനി അടുത്ത ഞായറാഴ്ച വീണ്ടും. ഓക്കെ വാ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഇപ്പോൾ പടിയൂരത്തെ വർക്കുകളൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് വേറൊരു സ്ഥലത്തും കൂടി പോകാനുണ്ട്. ഇവിടെ നിന്ന് അധികം ദൂരമില്ല. കാട്ടൂർ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. നമ്മൾ എന്താണ് അവിടേക്ക് പോകുന്നത് മദർ? എൻ്റെ വീട്ടിലേക്ക്. എനിക്ക് അവിടെ നിന്ന് പോയി നിൽക്കണം 2 ദിവസം. അപ്പോൾ അമ്മയ്ക്ക് അമ്മയുടെ വീട്ടിൽ നിൽക്കണം. എൻ്റെ ആങ്ങളമാരും ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവിടെ. അമ്മര ആങ്ങളമാരൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അമ്മയുടെ അച്ഛനും അമ്മയൊക്കെ മരിച്ചു പോയിട്ടാ, ഒരുപാട് അത് പ്രായം. ഞാൻ അറിഞ്ഞിട്ടില്ല ആങ്ങളമാരുടെ സ്നേഹം കാരണം. ഓ കാലക്കി കേക്കല്ലേ ഇതൊക്കെ. ഇരുവെല്ലാം പറയാല്ലേ പറഞ്ഞു. ഇല്ല, എനിക്ക് അവിടെ പോയി എന്തായാലും 2 ദിവസം നിൽക്കണം. ഇടയ്ക്കിടയ്ക്ക് അവിടെ നിന്ന് നല്ലൊരു സമാധാനമുള്ളൂ. ചെറുപ്പകാലത്തെ ഓർമ്മകളൊക്കെ, ചെറുപ്പത്തിലെ ഓർമ്മകൾ അയവിറക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയി നിൽക്കുന്നതാണ് പറയുന്നത്. ഓക്കെ, നമുക്കൊന്ന് പോയി കാണാം വീടും പരിസരമൊക്കെ. ഓക്കെ വാ, കമോൺ. നിന്നോടാണ്ടാ ടാറ്റ വന്നത്, നീ എന്താ തിരിഞ്ഞു നോക്കണ്? കാട്ടിലേക്കുള്ള വഴിയല്ലേ? അതെ, ചുറ്റും പാടാണ്. അതെ, തേക്കുമൂല എന്ന് പറഞ്ഞ സ്ഥലമായിട്ടത്. കംപ്ലീറ്റ് പാടങ്ങളാണ്. കാട്ടൂർ ഇടയ്ക്കാട്ട് പറമ്പിൽ അമ്പലം ഉണ്ടാ, നമുക്കൊന്ന് കാണാം. അപ്പൊ നമ്മ അമ്മേനെ കൊണ്ടാക്കാൻ അതേ അമ്മേനെ വീട്ടിലെത്തിയിട്ടുണ്ട്. അമ്മ വായു. അപ്പൊ ഇത് നമ്മുടെ സ്വന്തം മീനാക്ഷി, ഞങ്ങളുടെ അമ്മാമ്മയുടെ പേര് തന്നെയാണ് കേട്ടാ മീനുവിന് ഇട്ടേക്കുന്നത്. അപ്പൊ മീനു അമ്മായിനെ കുറിച്ച് 2 വാക്ക്. എൻ്റെ ആങ്ങളേരെ മോളാണ് ഇവള്. ഡോക്ടർ കുട്ടി MBBS പഠിക്കാണേ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ. അമ്മായിനെ കുറിച്ച് 2 വാക്ക്. അമ്മായി ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. കണ്ടാ പറയോ എത്ര വയസ്സാ? 60+. വയസ്സ് പറയുന്ന അല്ല, വയസ്സ് പറയുന്നില്ല, 60+ ആന്ന് കണ്ടാ പറയില്ലല്ലോ. ഇത്രയും വലിയ മോളുണ്ട്. വേറെ കുട്ടികൾ 3 പേരക്കുട്ടികൾ കണ്ടാ പറയില്ലല്ലോ. സീൻ ലുക്കല്ലേ. അടുത്ത പോയിന്റ് അമ്മായി ഭയങ്കര ഭയങ്കര ആക്ട്രസ് ആണ്. സീൻ അഭിനയാണ്, നാച്ചുറൽ ആക്ടിങ് ആണ്. പിന്നെന്താ അമ്മായി ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ ആണ്, ഭയങ്കര പാവാണ്. ആകെ കൂടി അമ്മായി ശബ്ദം എടുക്കുക ഞങ്ങളുടെ ഇവിടുത്തെ പെറ്റ് ഡോഗിൻ്റെ അടുത്താണ്, വേറെ ആരുടെ അടുത്തും ഒന്നും പറയില്ല. അത്രയ്ക്ക് പാവാണ്, ഭയങ്കര പാവാണ്. എന്ത് തോന്നണം അമ്മ? മതി, ഇതിൽ മീത് എന്ത് കേൾക്കണം ഒരമ്മായിക്ക്. അപ്പൊ കണ്ടില്ലേ സന്തോഷം, അമ്മേരെ മുഖത്ത് സന്തോഷം കണ്ടില്ലേ ഗൈസ്? എൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ വരാത്ത ആളാട്ടോ. ഇത് എൻ്റെ ആങ്ങളയുടെ മോനും ഭാര്യയാണ്, ഞങ്ങളുടെ ചക്കരക്കുട്ടികള്. എന്ത് ചെയ്യുന്ന അവർ 2 വീട്ടിലിരുന്ന് ജോലി ചെയ്യുമ്പം പുറത്തായിരുന്നു, ഇപ്പം വീട്ടിലുണ്ട്. നല്ല അഭിപ്രായം.
ഇത്രയും നല്ല അമ്മായിനെ വേറെ കിട്ടില്ല. അതന്നെ നല്ല അഭിപ്രായം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ അതേ നമ്മുടെ സുകുമാമൻ അമ്മര ആങ്ങളുണ്ട. സുകുമാമനുണ്ട്, അമ്മായിണ്ട്, ലതമ്മായി. എല്ലാവരും ഈ നേരത്ത് കൂടും ഇവിടെ. അതെ, അമ്മയ്ക്ക് പറയാം മാമനെ കുറിച്ചും നാത്തുവിനെ കുറിച്ചൊക്കെ. മാമനെ കുറിച്ച് എന്തിട്ടാ, ഞങ്ങൾ കുറെ തല്ലൂടി വളർന്നതാ. ആങ്ങളന്മാരടുത്ത് എപ്പോഴും വരും ഞാൻ. അമാരി നാട്ടുമാരും അതേപോലൊക്കെ തന്നെ എല്ലാവരുമായിട്ട് നല്ല അടുപ്പം. ഇത് കണ്ടില്ലേ വന്നു എല്ലാവരും തറവാടുന്നത്. ആണോ? ശരിയാണോ? അമ്മായിക്ക് എന്താ പറയണ്ടേന്ന് അറിയില്ല. അതിപ്പോ കുഴപ്പമില്ല. ഒരു പഴയൊരു കഥ പറയും. ഞങ്ങള് കേട്ട് കേട്ട് മടുത്ത് ഇവിടുത്തെ എല്ലാ കഥകളും ഞങ്ങള് ഇല്ല, ഞങ്ങളിവിടെ വിശേഷങ്ങളൊക്കെ ആയ കൂടിയാല് ചേട്ടന്മാരെ കഥകൾ, പണ്ടത്തെ കഥകൾ ഓരോന്ന് പറഞ്ഞ് ഇവിടെ തല്ലൂടുന്നതും കളിക്കുന്നതും അങ്ങനെ കുറേ കഥകളൊക്കെ പറഞ്ഞ് കൂടാറ പതിവ്. ഇപ്പം ഞങ്ങൾക്ക് അങ്ങനെ നല്ല ഇപ്പോഴും അതേപോലെയൊക്കെ പോണ്, നല്ല ഇതിൽ പോണ്. അതിൽ വലിയ സന്തോഷമുണ്ട്. പിന്നെ മാമന് ഞാൻ 100 മാർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ചിലപ്പോ ഞാൻ പറയും 100-ന്ന് 10 അധികം നേരം വേണ്ടി വരില്ല. പിന്നെ എന്താ നമ്മള് കോഴീനെ മേടിക്കാന്നല്ലേ ഈ ഇവിടുന്ന് മേടിക്കാനൊന്നും പോയില്ലേ? അന്നില്ല, എല്ലാ വീട്ടിലും കോഴിയുണ്ട്. അതിന് ഓടിച്ചിട്ട് പിടിക്കുക. അതന്നെ, അതാണ് പരിപാടി. വിരുന്നുകാര് വരിക, കോഴീനെ പിടിച്ച് കോഴിക്കുട്ടിന്ന് കോഴിനെ അഴിച്ചിട്ടുണ്ടാവും. ആ സമയത്തായിരിക്കും വിരുന്നുകാര് വരണത്. അപ്പൊ പിള്ളേരോട് പറയും. അപ്പൊ മാമനൊക്കെ അന്ന് ചെറുപ്പമാണ്. എടാ കോഴിനെ പിടിച്ചെന്ന് അമ്മയൊക്കെ പറയുമ്പോ ആള് ഓടിച്ചിട്ട് കോഴി അമ്മച്ചതേവസ്ഥ വേണ്ടെന്ന് പറയൂല. അവര് പറയും കോഴി പിടിച്ച. പണ്ടത്തെ വിരുന്നാര് പോവില്ല വന്നാല്. അപ്പൊ നാളികേരം ചേരുന്ന കേൾക്കുമ്പോണ്ടല്ലോ നല്ലോണം അവിടെ ഇരിക്കും. പണ്ട് വിരുന്നാര് വന്ന അപ്പൊ നാളികേരം ചേരും. പലഹാരം. അല്ല, മാമന്റെ ഇപ്പോഴത്തെ ജോലി പറഞ്ഞില്ല. അടിപൊളി സ്ഥലത്തെ ജോലിയാണ്. നമ്മുടെ ചെറുപ്പക്കാര് കോളേജാണ് ക്രൈസ്റ്റിലെ ബിടെക് കോളേജ്. അവിടുത്തെ ബിടെക് കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജിലെ മെയിൻ ആളാണ്. അത് ശരി, എല്ലാവർക്കും കണ്ടുപിടിച്ച ഒരാൾക്കും അതിന്റെ അകത്ത് കിടക്കാൻ പറ്റില്ല. ഇത് എൻ്റെ താഴെയുള്ള ആങ്ങളരെ ഭാര്യ നാത്തൂൻ, എൻ്റെ നാത്തൂൻ എന്ന് പറയാ. പക്ഷെ എൻ്റെ മോളെ പോലെ എനിക്ക്. അവർ രണ്ടാളും ഒരു പ്രായം, എൻ്റെ മോളും ഒരു പ്രായം. അമ്മായിയല്ല, നാത്തൂൻ. മോനേച്ചി നാത്തൂൻ പറഞ്ഞാലും പറഞ്ഞ പോലെ തന്നെ നാത്തൂൻ ഫീൽ ഇന്നേ വരെ എനിക്ക് തോന്നാത്ത ആളാണ്. 25 വർഷമായി ഞാൻ വന്നിട്ട്. അപ്പോൾ ഇവിടെ അമ്മ ഒന്നുമില്ല, അമ്മയും അച്ഛനൊന്നുമില്ല. അപ്പോൾ എന്നാലും ഒരു അമ്മ ഫീലിംഗ്, എൻ്റെ അമ്മേരെ പോലെ തന്നെ ഒരു അമ്മ ഫീലിംഗ് അന്ന് തൊട്ടും എന്നെ തോന്നിയിട്ടുള്ളതാണ്. എല്ലാവരും ഹസ്ബൻഡ് ഏറ്റവും താഴെയായ ആളായ കാരണം, എല്ലാവരും കുറേ മൂത്തതായ കാരണം എല്ലാവരും മോളേന്ന് തന്നെ വിളിക്കുന്ന കാരണം അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഇത് ഫീലേ തോന്നിയിട്ടില്ല. പിന്നെ സിനി ഞാനൊക്കെ ഒരേ ഏജ്, അതും കൊണ്ട് കൂടിയായിരിക്കും മോഹിനിച്ചി ആ ഫീലിൽ തന്നെയാണ്. പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡ് പറയുന്ന പോലെ തന്നെ ഇവിടുത്തെ എൽഡർ ഡോട്ടറാണ് ഈ വീടിൻ്റെ എൽഡർ ഡോട്ടർ. വീടിൻ്റെ വിളക്ക് തന്നെയായിരുന്നു. ഇപ്പോഴാണ് മോഹിനിച്ചി പറഞ്ഞിട്ടുള്ള പഴയ കഥകൾ എല്ലാം പറഞ്ഞ പോലെ തന്നെ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു 2ാം ക്ലാസ്സൊക്കെ തൊട്ടിട്ട് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ പിള്ളേർക്ക്, എനിക്ക് എൻ്റെ ജനറേഷനിൽ പോലും ആലോചിക്കാൻ പറ്റില്ല. അപ്പോഴേ തൊട്ട് വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കി, സഹോദരങ്ങളുടെ കാര്യങ്ങളും നോക്കി. അമ്മയ്ക്ക് കുറച്ച് വയ്യായികയൊക്കെ ഉണ്ടായിരുന്ന കാരണം അപ്പം അന്നത്തെ കഥകളൊക്കെ എപ്പോഴും പറഞ്ഞ് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ ഈ വീടിൻ്റെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. എൻ്റെ എന്താ പറയുക, ലൈഫിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം എല്ലാവർക്കും ഭർത്താക്കന്മാരെ നല്ലവർ കിട്ടുന്നവരുണ്ടാവും, കുട്ടികളെ കിട്ടുന്നതുണ്ടാവും, അച്ഛനമ്മമാരെ, അതൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും. പക്ഷെ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എനിക്കിങ്ങനെ ഒരു ഫാമിലി കിട്ടിയതാണ്. അപ്പോൾ അതിൽ മോഹിനിച്ചിക്കയിലെ ഏറ്റവും പ്രധാന പങ്കുള്ള ആളാണ്. നമ്മുടെ വീടിനെ ചേർത്ത് നിർത്തുന്നവരാണ് എല്ലാവരും. പറയുകയാണെങ്കിൽ ഞങ്ങളുടെ വീടിനെ കുറിച്ചുള്ള കഥകളും കാര്യങ്ങളും തീരില്ല. എനിക്കറിയാലോ, ഇവിടെ തന്നെയല്ലേ.
വീടിന്റെ രൂപവും ഭാവമൊക്കെ മാറിയിട്ടുണ്ടാവും, പക്ഷെ അന്നത്തെ സ്നേഹം ബോണ്ടിങ്ങും ഇപ്പോഴും നിൽക്കണ നമുക്ക് കാണാൻ പറ്റില്ല. വെറുതെ ഇതായി എക്സാജറേറ്റ് ചെയ്തോ അല്ലാണ്ട് പറയുന്നത്. അതാണ് നമ്മുടെ വീട്ടിലെ ഏറ്റവും വലിയ ഇത് കേട്ടാ. അന്ന് ഇവരുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് എത്രയോ തലമുറകൾ, ഇപ്പോൾ ഒരു 4 തലമുറയായി. എന്നാലും അതേപോലെ അടുപ്പം നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ഒരു ഭാഗ്യം വീട്ടിലെല്ലാവരുടെയും. ഞാൻ ഇങ്ങനെ കുറേ സ്ഥലത്ത് കുറേ സിബ്ലിങ്സ് തമ്മിലുള്ള ബോണ്ടൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇവര് അമ്മായി, അച്ഛൻ, മറ്റേ അമ്മായി, വലിയമ്മമാർ ഇവരൊക്കെ തമ്മിൽ ഭയങ്കര ബോണ്ടാണ്. ഭയങ്കര ലൈക്ക് നമ്മൾക്ക് ഇപ്പോഴത്തെ കാലത്തൊന്നും കാണാൻ പറ്റില്ല. സീരിയസ്ലി പറയുന്നത് അത്ര ബോണ്ടാണ്. ഭയങ്കര സ്നേഹമാണ് ഇവര് തമ്മിൽ. ലൈക്ക് എന്ത് ക്രൈസിസിലും ഇവര് തമ്മിൽ ഭയങ്കര ഒരു സപ്പോർട്ടാണ്. അതാണ് നമ്മുടെ അച്ഛനമ്മമാർ പറഞ്ഞു തന്നിട്ടുള്ള, അവർ വളർത്തിയതിൻ്റെ ഗുണമാണ് അതൊക്കെ. ഇതാ മാമയുടെ വീടും അമ്മായിയും അമ്മായിൻ്റെ മോളും എല്ലാവരും. അപ്പം അമ്മ ഇവിടെ കുറച്ച് ദിവസമൊക്കെ നിൽക്കും. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ നിൽക്കാനായിട്ട്. അപ്പം ഞങ്ങൾ പോയി തരണം നേരായിട്ടാ. എത്ര മണിയാവോ? 8 മണിയായില്ലേ? ഓക്കെ, ഇനി കാട്ടൂരിൽ നിന്ന് കൊടുങ്ങല്ലൂർക്ക് എത്തണം. ബാക്കി വിശേഷങ്ങൾ പോണ വഴിയിലും കൊടുങ്ങല്ലൂരും. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഒരു 9:15 തിരിച്ച് വീട്ടിലെത്തിയിട്ടാ. അപ്പോൾ ഇന്നത്തെ ഞായറാഴ്ച ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.